ഈ അടുത്ത കാലത്ത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് എന്നെ കാണാനായിട്ട് വന്ന ഒരു മൈഗ്രൻ രോഗി അവരുടെ അനുഭവം ഞങ്ങളോട് പറയുകയുണ്ടായി. പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിതീവ്രമായിട്ടുള്ള തലവേദനകൾ വരികയും ഒരുപാട് മരുന്നുകളും പെയിൻ കില്ലേഴ്സും മറ്റും എടുത്തിട്ട് അതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ വരികയും ബാമുകളും വിക്സ് പോലത്തെ കാര്യങ്ങളും ലേപനങ്ങളും എല്ലാം ഉപയോഗിച്ച് ഒരു ഗുണവും കിട്ടാതെ വരുമ്പോൾ അവർ ഇടയ്ക്ക് ബ്ലേഡ് എടുത്തുകൊണ്ട് വിരലിൻ്റെ അറ്റത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ആ മുറിവുകളുടെ വേദന ഓർത്തുകൊണ്ട് അതല്ലെങ്കിൽ ആ വേദന വരുമ്പോൾ തലവേദനയ്ക്ക് അല്പം ആശ്വാസം കിട്ടുമോ എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു എന്ന് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള അനേകം അനുഭവങ്ങൾ ഒരുപാട് രോഗികൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല, മേഴ്സി കില്ലിങ്ങിനായിട്ട് ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് നോക്കുന്നു, ഈ വേദന മാറുവാനായിട്ട് മറ്റെന്ത് വേദനയും സഹിക്കുവാനായിട്ട് തയ്യാറാണ്, ക്യാൻസർ വന്ന് മരണപ്പെട്ടാൽ പോലും ഈ മൈഗ്രെയിൻ തലവേദന ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നമ്മുടെ അടുത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരു മൈഗ്രെയിൻ അനുഭവിക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദന എന്ന് പറയുന്നത് അവരുടെ മാത്രം വേദനയായിട്ട് പലപ്പോഴും ഒതുങ്ങിക്കൂടാറുണ്ട്. അവരുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്കോ കുടുംബാംഗങ്ങൾക്കോ എന്തിന് അവരുടെ സ്പൗസിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയും അസ്വസ്ഥതകളുമാണ് മൈഗ്രെയിൻ രോഗികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വേദനകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് നമ്മുടെ ആശുപത്രിയിലെ ചികിത്സ മൂലം ആശ്വാസം നൽകാൻ സാധിക്കുന്നു എന്നുള്ളതും അവർക്ക് കരുതൽ നൽകാൻ സാധിക്കും എന്നുള്ളതും ഒരു ഡോക്ടർ എന്ന നിലയിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുകയും അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഇതിൽ പഠിക്കുന്നതിനും റിസർച്ച് നടത്തുന്നതിനും കൂടുതൽ രോഗികളിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. വളരെയധികം വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിൽ അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡെയിലി എന്നുള്ള രീതിയിൽ വേദനയും ദുരിതങ്ങളും അനുഭവിക്കുന്ന പല ആളുകളിലും നമ്മൾ കണ്ടുവരാറുള്ളത് മൈഗ്രെയിൻ എന്നൊരു തലവേദന മാത്രമല്ല അവർ അനുഭവിക്കുന്നത്, നേരെ മറിച്ച് മൈഗ്രെയിൻ തലവേദനയോടൊപ്പം മറ്റ് ഒന്നോ രണ്ടോ അസുഖങ്ങളും കൂടെ ചേർന്ന് അനുഭവിക്കുന്നവരാവാം. ഒരു വേദനയിൽ നിന്നും ഒളിച്ചോടുവാനായിട്ട് മറ്റൊരു വേദന വരുത്തുകയോ സൈഡ് എഫക്ട്സും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്ന രീതിയിൽ യാതൊരു കുറിപ്പടികളോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻസോ ഇല്ലാതെ കയ്യിൽ കിട്ടുന്ന മരുന്നുകൾ എടുത്ത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്ത് ജീവിതം ഹോമിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള വേദന വരുന്ന വ്യക്തികളെ നമ്മൾക്ക് വിശദമായ കേസ് ടേക്കിങ്ങിലൂടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രോഗനിർണയത്തിലൂടെയും മാത്രമേ രക്ഷിച്ചെടുക്കാനാവൂ എന്ന് മനസ്സിലാക്കുക.